ഹലോ ഹലോ ഹലോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു പമ്പരം ഉണ്ടാക്കാനാണ് കേട്ടോ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പമ്പരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഫസ്റ്റായിട്ട് ഒരു ചെറിയ മുട്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആണി കണ്ട, സാധാ ആണീൻ്റെ ഈ മുകളിലുള്ള ആ ഞെട്ട് മുറിച്ച് കളയാൻ വേണ്ട. ഇല്ലയെന്ന് പറഞ്ഞാൽ അത് തിരിയുന്ന സമയത്ത് ഇങ്ങനെ ഒരു മാതിരി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം ഇത് ഒന്ന് അടിച്ച് നോക്കട്ടെ. നമ്മൾ കുറച്ചും കൂടി വലിയ മുട്ടിയിലാണ് സംഭവം അടിച്ചിറക്കുക. സെറ്റ് ചെയ്യാൻ പറ്റുമോ? തേക്കിൻ്റെ മുഖ്യ കാരണം കൊണ്ടേ ഇറങ്ങാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. ആണി വളഞ്ഞു പോയാലും സംഭവം എന്താ പറയുമോ, ചാട്ടക്കാരി പമ്പരവും ഉണ്ടാവും. പമ്പരം ചാടുന്നുണ്ട് ടൊട്ടൊട്ടൊട്ട ദീതി കൂടുന്ന പമ്പരം അതുപോലെ ഉണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് അടിച്ച് ഇറക്കണം. സാധനം ചെറുപ്പത്തിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ, വർഷങ്ങളായി. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിച്ചിറക്കുമ്പോൾ ആണി വളഞ്ഞു കഴിഞ്ഞ് സംഭവം പാടും. അപ്പോൾ അത് കാരണം കൊണ്ട് കറക്റ്റായി നോക്കി അടിക്കണം. ഇല്ല ആണി അതീതി വളഞ്ഞു കയറി കഴിഞ്ഞാൽ കറക്റ്റ് ഏകദേശം സെൻറ്ററാണെന്ന് വിചാരിക്കണം. സെറ്റാക്കാം. ആണോ, ഇങ്ങനെ അടിച്ചിറക്കണമാണ്. ഇങ്ങനെ അടിച്ചിറക്കിയിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പോൾ സ്റ്റാർട്ടാക്കല്ലേ. നമ്മൾ പമ്പരം ഉണ്ടാക്കിയിട്ടൊക്കെ കുറേ ആയിട്ടാണ്. ഞങ്ങൾ അതേപോലെ തന്നെയാണ് ആദ്യം ചെറുപ്പത്തൊക്കെ പമ്പരങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറേ വർഷങ്ങളായിട്ടാണ്. അപ്പോൾ നമ്മൾ പമ്പരം നമ്മൾ ആണി മുട്ടിയൊക്കെ എടുത്ത് സംഭവം സെറ്റായിപ്പാക്കി ഇങ്ങനെ പഴയ ഒരു ഓർമ്മ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ വേണ്ടേ. ആണീൻ്റെ ഒരു സൈഡിലേക്ക് കയറാൻ പാടില്ല. കയറി കഴിഞ്ഞാൽ പോയി കൊത്തി മാറ്റാട്ടോ. ഈ ആണി കറക്റ്റായിട്ട് വേണ്ട. നമ്മൾ ഈ വെട്ടണ സമയത്ത് ഒരു സൈഡ് ഇങ്ങനെ കയറി വരാൻ പാടില്ല. അപ്പോൾ ഈ പമ്പരത്തിൻ്റെ ഒരു സൈഡ് തൂക്കം കൂടുതലായിരിക്കും. കറക്റ്റായിട്ട് ഇങ്ങനെ വെട്ടി കറക്റ്റായിട്ട് കൂമ്പിച്ച് നമ്മൾ പമ്പരത്തിൻ്റെ ഫ്രണ്ട് കണ്ടിട്ടില്ലേ. എല്ലാം പറഞ്ഞാൽ നമ്മൾ വെട്ടണ സമയത്ത് ഒരു സൈഡ് തൂക്കം കൂടിയിരുന്നെന്ന് പറഞ്ഞാൽ പമ്പരം ഒരു സൈഡ് തൂക്കം കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഉരച്ച് റെഡിയാക്കാം. എന്നാലും അത് ഭയങ്കര പണി തന്നെയാണ്. നമ്മൾ വെട്ടണ സമയത്ത് കുറച്ചൊന്ന് നോക്കി വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ സെറ്റാക്കാൻ പറ്റും.
പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറ മൈനമൈ സരസസുന്ദരി മണി ഇതുണ്ട് നമ്മൾ പമ്പരത്തിൻ്റെ ഒരു സൈഡ് കയറുന്നുണ്ട്. നമ്മൾ വെട്ടുന്ന സമയത്ത് കറക്റ്റ് വെട്ടണം, ഇല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് സൈഡ് കയറും. അപ്പോൾ നോക്കി ചെയ്യണം കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വെട്ടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നമുക്ക് പിടിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. കുറച്ച് നമ്മൾ ബാക്കും വെട്ടണം. ഇല്ലയെന്ന് പറഞ്ഞാൽ ഈ പമ്പരത്തിൻ്റെ ആണിയിൽ പിടിച്ചിട്ട് വേണം നമ്മൾ ബാക്ക് വെട്ടണം എന്ന് പറഞ്ഞാൽ പമ്പരത്തിൻ്റെ ആണിയിൽ പിടിച്ചിട്ട് വേണം ബാക്ക് വെട്ടണം. അപ്പോൾ ഒരു വിധം ആയിക്കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ബാക്ക് ചെറുതായിട്ടൊന്ന് വെട്ടി വിട്ട് കഴിഞ്ഞാലേ പിടിക്കാൻ നമുക്ക് പറ്റും. ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല. റിസ്ക് തന്നെയാണ്. കണ്ട പമ്പരത്തിൻ്റെ ഏകദേശം ചെറിയൊരു രൂപം വരാൻ തുടങ്ങിയില്ലേ. ഇനി ഇതിങ്ങനെ വെട്ടി ഇറക്കണം. എന്നിട്ട് ഈ ആണിയിൽ കൊണ്ടുവന്ന് ജോയിൻറ്റ് ചെയ്യുക. ഇതിവിടെ ഇങ്ങനെ വെട്ടിയിട്ട് ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു പമ്പരത്തിൻ്റെ ഷേപ്പായി. പിന്നെ നമ്മൾ കുറച്ച് മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സെറ്റ് പമ്പരം കിട്ടാം. അപ്പോൾ നമുക്കിത് ഏകദേശം ഇതിവിടെ ഇങ്ങനെ മുറിയാറായിട്ടുണ്ട് കേട്ടോ. മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിരിക്കും. പിന്നെ മുറിക്കുമ്പോൾ കറക്റ്റ് റൗണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ പമ്പരം ചാട്ടക്കാലി പമ്പരം പറയുന്നത് ഇടണ്ട എന്ന പോലെ ആവും. ഇതിൽ പിടിച്ചിട്ട് തന്നെ സംഭവം ഏകദേശം സെറ്റാക്കും. നല്ലോണം അതിൻ്റെ ഒരു എയിം നമുക്ക് കിട്ടും. വേണ്ട അപ്പോൾ സൈഡ് വേണ്ട അതിൻ്റെ ആണി കണ്ട നിൽക്കണണ്ട സൈഡ് കയറിയേക്കണണ്ട. ഇത് കറക്റ്റായിട്ട് വെട്ടി സെറ്റാക്കണം. നമ്മൾ മറ്റേ കമ്പനി പമ്പരം പോലെയല്ല കേട്ടോ. അത് കമ്പനി പമ്പരം അപ്പം ഇത് നമ്മൾ മുറിക്കാൻ പോവാണ്.
നോക്കാം നമുക്ക്. എടാ ഇനി പാമ്പറിന് സെറ്റാവും. നല്ല മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഇനിയാണ് ബാപ്പു കളി. മെല്ലെ വെട്ടണം കേട്ടോ, അല്ലെങ്കിൽ കയ്യിൽ കൊള്ളാണ്ട് നോക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ബാക്കില്ലേ ഈ പിടി തന്നെ ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ കുറേ വെട്ടുന്ന സമയത്ത് നമുക്ക് ഈ പിടിക്കാനുള്ള ഒരു ഇത് കിട്ടും. ഇത് ഈ പമ്പരം ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് വെട്ടാൻ പറ്റില്ല. അത് കാരണം കൊണ്ടാണ് നമ്മൾ അതിൽ തന്നെ വെച്ചിട്ട് സംഭവം സെറ്റാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പണി നമുക്ക് ആണി തെളിയിക്കുക എന്നുള്ളതാണ്. ആണി കണ്ട, ആണി നമ്മൾ തെളിയിക്കാൻ പോകണം. കുറച്ചും കൂടി വെട്ടി സെറ്റാക്കാം. നമ്മൾ ഈ ആണിയിൽ വെട്ടുന്ന സമയത്തല്ലേ നമ്മുടെ കത്തിയിൽ പോയി കൊള്ളാൻ പാടില്ല കേട്ടോ. കണ്ടാ ഒരു സൈഡ് ആണി ചെറുതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നമ്മൾ തെളിയിക്കണം. സൈഡും കൂടി തെളിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ അങ്ങനെ ചുറ്റും നൈസായിട്ട് ഇങ്ങനെ ചെത്തി എടുക്കണം. നമുക്കൊന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ തിരിച്ചു നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ, ചാട്ടക്കാലിയാണോ? എങ്ങനെയുണ്ട് നമ്മുടെ പമ്പരം? പൊളിയല്ലേ? ഇനി അടിപൊളി മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുട്ടപ്പനാക്കട്ടെ സാധനത്തിന്. ഇതാ ഒന്നും കൂടി വേണം തിരിച്ച് കാണിച്ചു തരട്ടെ. ഇങ്ങനെ പിടിക്കണം കേട്ടോ, പമ്പരം തിരിക്കുമ്പോൾ ഇതാ അങ്ങനെ പിടിക്കുക. എന്നിട്ട് പൊളി. പിന്നെ കുറച്ച് സംഭവങ്ങളും കൂടി ഉണ്ട് ഇതിൽ ചെയ്യാൻ. ബാക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുട്ടപ്പനാക്കി.
അയ്യോ ഇതേട്ടാ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. അപ്പോൾ അങ്ങോട്ട് പോയല്ലേ, ഒന്നും കൂടി തിരിപ്പിച്ച് നോക്കാം. കുറച്ച് മേക്ക് ഓവറും കൂടി ഉണ്ട് കേട്ടോ. സൂപ്പർ മോനെ പമ്പരം കണ്ട സെറ്റായില്ലേ. ഇനി ഇതണ്ട ഈ സാധനം കണ്ട, അത് ഒരു സൈഡ് തൂക്കം കൂടുതൽ, ഒരു സൈഡ് കറക്റ്റ് ഉരയ്ക്കണം. നന്നായിട്ട് ഉരച്ചിട്ട് അടിപൊളിയാക്കണ സാധനം. ഉരയ്ക്കുമ്പോഴാണത് കറക്റ്റ് ഫിനിഷിങ് വരുള്ളൂ. എന്നിട്ട് ഈ ആണി കുറച്ചും കൂടി നീളം കൂട്ടുക. ഇത് അങ്ങനെ ചെത്തണം കേട്ടോ. എന്താ ഞാൻ ചെത്തി പറഞ്ഞാൽ ആണീൻ്റെ സൈഡത്തെ ഇല്ലേ, ആണീൻ്റെ സൈഡത്തെ ഇത് കുറച്ചും കൂടി എടുത്ത് കളയുക. അപ്പോൾ സംഭവം പൊടിയായിരിക്കും. ആണിയിൽ കുറച്ചും കൂടി സെറ്റാക്കാണ്. പിടിക്കാൻ കിട്ടില്ലേ. ഗുഡ്. നമ്മളതിൻ്റെ ഫൈനൽ ടച്ചപ്പിലാണ് കേട്ടോ അത് പോണത്. കുറച്ചും കൂടി പരിപാടിയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പമ്പരം ഓക്കെ ആവും. അപ്പോൾ ഏകദേശം പിന്നെ മോള് നമ്മുടെ കനം നിൽക്കുന്ന ഓരോ സൈഡ് ഇങ്ങനെ കനം നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഉണ്ടപ്പമ്പരമായി. നമ്മളിന്ന് ഉണ്ടപ്പമ്പരം ഉണ്ടാക്കണം. ഓക്കെ എന്താ ഈ ഒരു ലെവലായില്ലേ. കുറച്ച് പേപ്പർ ഔട്ട് ചെയ്താണ് കേട്ടത്. ഇതല്ല നമ്മളെ ഓരോ പേപ്പർ കണ്ട ഇതിന് ഓട്ടം. സാധാരണ ഞങ്ങൾ ആദ്യമൊക്കെ പാറയിൽ കൊണ്ട് തേക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഓരോ പേപ്പറുള്ള കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ കിടുകയില്ലേ. പമ്പറിനൊരു കറുപ്പുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഓക്കെ. പമ്പരം ഒന്നും കൂടി നമുക്ക് ഇറക്കി നോക്കാം അല്ലേ. ഇത് കുറച്ചും കൂടി തേച്ചിട്ട് പറഞ്ഞാൽ നല്ല സെറ്റാകും കേട്ടോ. അയ്യവാ കുറച്ചും കൂടി തേച്ചല്ലേ സാധനം വേറെ ലെവലാവും. ഒരു പേപ്പർ അവിടെ. അപ്പോൾ നമ്മൾ പാറയ്ക്ക് വന്നിറക്കണം കേട്ടോ. അതൊന്ന് ഒന്ന് ഫൈനലാക്കാൻ വേണ്ടിയിട്ട് 2 വരി അടിച്ച് നോക്കാം. ഇതാണ്ട് നമ്മുടെ ഫസ്റ്റ് ആദ്യമൊന്നും നമ്മൾ ഒരു പേപ്പറൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മളെ ഇത് തന്നെയല്ലേ നമ്മുടെ ഒരു പേപ്പർ, ഈ പാറ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഒരയ്ക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് പാറയ്ക്ക് വന്ന് നോക്കിയാൽ സെറ്റപ്പ് ആക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി ഫൈനലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം എല്ലാവരുടെയും കോഴിമുട്ടമാരി ആയില്ലേ.
കുറച്ചും കൂടി കണ്ടത് അവിടെ ഇങ്ങനെ മാത്രം തേച്ച് കഴിഞ്ഞാൽ സംഭവം ഓക്കെ. ഒരു ഒന്നര മണിക്കൂറോടെ നമ്മൾ പമ്പരം ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയാ? ഓ ഉണ്ടാക്കിയില്ലേ? ഏകദേശമൊക്കെ ആയിട്ട് കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ മതി, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കളറും കൂടി കൊടുത്തിട്ട് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ അതിൻ്റെ ഫൈനൽ ടച്ചപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിക്കോളി, എങ്ങനെയുണ്ട് സാധനം? പളുങ്ക് പോലെ ആയില്ലേ? ഇതാ. അപ്പോൾ നമ്മുടെ പമ്പരം ഫിനിഷിങ് ആയിരിക്കുന്നുണ്ട്. നമ്മളിതിൽ കുറച്ച് ഇത് കളറ് ഒന്ന് കൊടുത്തു നോട്ടാ. ചുവപ്പ് കളറുണ്ടോ ചോദിച്ചു കുഞ്ഞിൻ്റെ അടുത്തല്ലേ കളറുണ്ടാവുക. അപ്പോൾ അതിൽ കുറച്ച് സ്കെച്ച് മാതിരിയുള്ള സംഭവം, ഇത് ബ്ലാക്ക് മാർക്കർ ഉണ്ടോ നോക്കി നോക്കട്ടെ. ബ്ലാക്ക് വലിയ ഒരു രൂപം ഉണ്ടാവില്ല, അത് കറങ്ങുന്നത് കാണുമ്പോൾ. റെഡാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്യണമാണ് കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. കളർ അടിക്കുക, കറക്റ്റായിരിക്കണം, റൗണ്ട്. ഇത് കളറ് ഇത് റെഡാണെങ്കിലല്ല അങ്ങനെ കൊടുക്കണത്, സംഭവം പൊളിയായിരിക്കും. നമുക്ക് ഇനി ഒന്ന് കറക്കി നോക്കാം അല്ലേ. ഇനി അതിനുള്ള ചാട്ട നമ്മുടെ ചരട് കിട്ടാം. ചരട് എത്ര നിങ്ങളെ സെറ്റാക്കണം നോക്കട്ടെ. ഞാൻ പിടിച്ചിട്ട് ഇതിങ്ങനെ കേട്ടോ. പമ്പർ ചിറ്റാൻ അറിയില്ലേ നിങ്ങൾക്കൊക്കെ? എല്ലാവർക്കും അറിയും. അയ്യോ, പമ്പർ ഇതാണ്. എത്ര ചാട്ട വേണമെന്നുള്ള കറക്റ്റായി നോക്കണം. ഇതാണ് ഇതിൻ്റെ ഇത്രയും മതി കേട്ടോ നമുക്ക് ഇതിൻ്റെ ചാട്ടം. ബാക്കി ഇത്രയും ബാലൻസാണ്. അപ്പോൾ ഒരു പിരിയും കൂടി വേണമെങ്കിൽ ഇതാ. കൂടുതൽ ചാട്ടം ഇത്ര മതിട്ടാ. ഇതാണ് ഇതിൻ്റെ ചാട്ടം. ഇവിടെ ഒരു കെട്ടിടുക. അപ്പോൾ നമുക്ക് ഇവിടെ കെട്ടിട്ട് വയ്ക്കുക. കുപ്പീൻ്റെ ഒരു മൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സെറ്റാക്കണം. ഒരു ആണി ഉണ്ടായിരുന്നു നമുക്ക് ഈ മൂടിയിൽ, അത് കെട്ടിട്ട് വെച്ചില്ല. വേറല്ല നമുക്ക് ചാട്ടവണം പറഞ്ഞത്. ബാക്കിയുള്ള ചരട് നമുക്ക് ഇവിടെ അങ്ങോട്ട് കൂട്ടി കെട്ടാട്ടോ.
മാറി അങ്ങനെ കെട്ടിയോണ്ട് വെക്കും തൂങ്ങിട്ടാണ്ട. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? പമ്പരം കളി തുടങ്ങാം. ഓക്കെ, തിരിക്കട്ടെ. അയ്യോ അയ്യോ, പമ്പരം മണ്ണിപ്പെട്ട്. പമ്പരം ആടി 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 കളിക്കുന്നു. അപ്പോൾ പമ്പരം നമുക്ക് അങ്ങനെ കയ്യിലെടുക്കില്ലേ, അത് നോക്കി നോക്കാം. ഗൈസ് മറന്നിട്ടില്ല കേട്ടാ. അപ്പം ചെറുപ്പത്തിൽ ചെയ്തതൊക്കെ ഇതാ കണ്ട കറങ്ങണ്. ഒന്നും കൂടി നോക്കാം. കറങ്ങണ്ടാ, സെറ്റല്ലേ? അപ്പോൾ നമ്മുടെ പമ്പരത്തിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ പമ്പരം വേണ്ടവർ അടിയിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതണ്ട നമ്മുടെ പമ്പരം സൂപ്പർ അല്ലേ? അപ്പോൾ സെറ്റ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.